ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മോർണിംഗ് വൈബ് എന്താ അല്ലേ? ഇത് നോക്ക്, ഇത് സംഭവം ഓറഞ്ച് ഒന്നും അല്ല കേട്ടോ. നമ്മുടെ കമ്പിളി നാരങ്ങ ബംബിളിമൂസ് എന്നൊക്കെ പറയുന്ന ഒരു 80s കിഡ്സിനൊക്കെ നന്നായിട്ട് മനസ്സിലാവുന്ന ഒരു സംഭവം തന്നെയാണ്. അവർക്ക് ഒരുപാട് നൊസ്റ്റാൾജി ഉണ്ടാക്കും. കാരണം അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ കടകളിൽ ഓറഞ്ചോ ഫ്രൂട്ട്സോ കാര്യങ്ങളൊന്നും കിട്ടില്ല. ബർഗർ സാൻഡ്വിച്ച് ഇല്ലാത്തൊരു കാലത്ത് ആ ഒരു 80s കിഡ്സിൻ്റെ ഒക്കെ ഏറ്റവും കൂടുതലുള്ള ജങ്ക് ഫുഡ്സ്, അതേപോലെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലീവുള്ള സമയത്തൊക്കെ ഉപ്പ് മുളക് പോവുക, എന്നിട്ട് അറിഞ്ഞങ്ങ് കഴിക്കുക, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എവിടെയാണെന്ന് വെച്ചാൽ അയ്യങ്കൊലിയിലാണ്. അയ്യങ്കൊലി റെജിയളിയൻ്റെ വീട്ടിലാണ്. എന്താണ് അളിയൻ എന്ന് വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ പുറകിൽ നിൽക്കുന്ന ആളാണ് നമ്മുടെ ഷിബുവേട്ടൻ്റെ അളിയൻ്റെ വീടാണ്. ഗംഭീരമായിട്ട് ഫുൾ ടൈപ്പ് എല്ലാ വർഷവും ഇതുപോലെ തന്നെയാണ് ഈ മരം. ഇത് ഇപ്പോൾ ഇത്തിക്കണ്ണിയൊക്കെ കയറുന്നുണ്ട്. അളിയനോട് അത് വെട്ടാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മരത്തിൻ്റെ വണ്ണം കണ്ടില്ലേ. ഇതിപ്പോൾ ശരിക്കും കഴിഞ്ഞു, കാരണം നല്ല മഴയത്തായിരുന്നു ഫുള്ളുണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് ആ സമയത്ത് വന്ന് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ആ 80s കിഡ്സിൻ്റെ ഒക്കെ നൊസ്റ്റാൾജിക്ക് വേണ്ടി നമ്മൾ ഇതൊരെണ്ണം കഴിച്ചു നോക്കിയാലോ? ഒരു രസമല്ലേ? എന്തായാലും ഇത് ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ഇത് നല്ല മധുരമുള്ളൊരു വെറൈറ്റി. ഇതിന് തന്നെ ഒരുപാട് വ്യത്യസ്തമായ വെറൈറ്റികളുണ്ട്. പേരിൽ ബംബിളിമൂസ്, കമ്പിളി നാരങ്ങ, അങ്ങനെ കുറേ പേരുകളുണ്ട്. എന്തുകൊണ്ട് പേരുകൾ അങ്ങനെ പറയുന്നില്ല എന്ന് വെച്ചാൽ പല നാട്ടിലും പല പേരുകളാണ്. പിന്നെ സയൻറ്റിഫിക് ആയിട്ടൊക്കെ പേര് പറയുന്ന ഒരുപാട് ചാനലുകളുണ്ട്. നമ്മൾ സാധാരണ നോർമലായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഷയിലാണ് നമ്മുടെ സംസാരവും നമ്മുടെ രീതിയൊക്കെ. കാരണം സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നല്ല കേട്ടോ, ഒന്ന് പൊളിക്കുക, കല്ലിൽ കുത്തുക. അന്ന് കത്തി ഇതേ ഇത്ര മൂർച്ചയുള്ള കത്തിയോ കാര്യങ്ങളൊന്നുമില്ല. അന്ന് കല്ലിൽ കുത്തി പൊളിക്കുക. കാരണം വീട്ടിൽ തറഞ്ഞാൽ ഭയങ്കര പ്രശ്നമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം നന്നായിട്ട് രാവിലെ പ്രശ്നം ഉണ്ടാവുകയെ, സ്കൂൾ ലീവാക്കേണ്ടൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് നല്ല കളറുള്ളത്. ഇങ്ങനെ അല്ലാട്ടോ അത് പൊളിക്കുക. ശരിക്കും ക്രോസാണ് കട്ട് ചെയ്യുക. ഇതിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ കട്ട് ചെയ്തതാണ്. നല്ല ഉപ്പ്, നന്നായിട്ട് മുളക്. ശരിക്കും ഇത് രണ്ടും കൂടി നന്നായിട്ട് ചാലിച്ചൊക്കെ വെക്കണമായിരുന്നു. സമയത്തിൻ്റെ കുറവ് കൊണ്ടാണ് കേട്ടോ. ഒന്നും വിചാരിക്കരുത് പാപ്പനോട്. എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട്. നിങ്ങൾക്കോ? സത്യമായിട്ട് സൂപ്പറാട്ടോ. ഇത് മറ്റേ പാട്ടിടണം, ഓർമ്മകൾ ഉണരുന്നു. കുറേ പേരുടെ മനം ഉരുകുന്നുണ്ടാവില്ലേ? അതേ ഇതേ തിന്നാൽ പിന്നെ നിർത്തമല്ല. ഓഹോ, അൽപ്പൊളി. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇതുപോലെ ഇഷ്ടംപോലെ സീഡ്സ് ഉണ്ട്. ആ സീഡ്സൊക്കെ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ ഒരു 3-4 കൊല്ലം കഴിയുമ്പോൾ ഇതുപോലെ പറിച്ച് കഴിക്കാം. നൊസ്റ്റാൾജിയ മാത്രമല്ല, വലിയ വളമോ കെമിക്കൽസോ ഒന്നും ആഡ് ചെയ്യാത്ത ഫ്രൂട്ട്സാണ്. ഒരുപാട് പ്രതിരോധശേഷി കൂട്ടുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഇതേപോലെ ഞാനിത് തീർത്തിട്ട് പിന്നെ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രം ഗ്രീൻ ഹെവൻ. തൂറ്റി പിടിച്ചില്ലെങ്കിൽ